യോം എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ പ്രണാമം. കൃഷ്ണം വന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മളെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തൃതീയ സ്കന്ധം 21-ാം അധ്യായം ശ്ലോകം 16 മുതൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പ്രജാപതേസ്തേവചസാധീശതന്ധ്യാം ലോകകിലായം കാമഹതോ അനുബദ്ധാൻ അഹം ച ലോകാനുഗതോ വഹാമി ദേവീഞ്ച ശുക്ലാനി നിഷായതും. കർദ്ദനന്റെ സ്തുതിയാണ് വിഷയം. ഞാന് സ്വകാമഭക്തിയെ നിന്ദിച്ചെങ്കിലും ഞാനും ആ മട്ടിൽപ്പെട്ട ആളാണ്. ഒരു സമാനശീലിയായ പത്നിയെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ തന്റെ ആഗ്രഹം പറഞ്ഞിട്ട് പ്രജാപതേഹത്തെ വചസ അധിശതന്ധ്യ പ്രജാപതിയുടെ അങ്ങയുടെ വചസ അധീശതന്ധ്യ അങ്ങയുടെ വചസ്സിന് അധീശനായ വാക്കിന് അടിമപ്പെട്ടവനായ ഞാൻ തന്ത്രി കൊണ്ട് നൂലുകൊണ്ട് ലോകക്കിലായം കാമഹതോ അനുബദ്ധ. ലോകക്കിലായം അയം ലോകഃ അനുബദ്ധ നിരന്തരം ബന്ധിക്കപ്പെട്ട് കാമഹതോ കാമം കൊണ്ട് നശിക്കപ്പെട്ടതായിട്ട് ആണല്ലോ ഇരിക്കുന്നത്. ഈ ലോകം അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. അഹംച ലോകക്കിലായം കാമഹതോ അനുബദ്ധ. ലോകത്തിലെ ജനങ്ങളൊക്കെ കാമഹതന്മാരാണ്, അതിനാൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഞാനും അഹംച ഞാനും ലോകാനുഗതോ വഹാമി. ഞാനും ലോകത്തെ അനുസരിക്കുന്നവനായിട്ടാണ് ഞാനും ജീവിക്കുന്നത്. വാക്കാകുന്ന കയറുകൊണ്ട് ഞങ്ങളൊക്കെ ബന്ധിക്കപ്പെട്ടവരാണ്. പ്രജാപതേഹത്തെ വചസാമധീശതന്ധ്യ ലോകക്കിലായം കാമഹതോ അനുബദ്ധ അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാം അനിമിഷായ തുഭ്യം. ഹേ ശുക്ല സംബോധനയാണ്. അനിമിഷായ തുഭ്യം, ദേവനായ അങ്ങേക്ക് ബലിം ച വഹാമി, അങ്ങേക്ക് ഞങ്ങൾ ബലിയും ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് ഞങ്ങൾ അങ്ങയുടെ വാക്കുകൊണ്ട് ഞങ്ങളൊക്കെ ബന്ധിക്കപ്പെട്ടവരാണ്. ഈ പ്രജാപതി സൃഷ്ടിക്കൂ എന്ന് അങ്ങയുടെ വാക്കുകൊണ്ട്, സേവകനായ ബ്രഹ്മാവിന്റെ വാക്കുകാവുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ്. അങ്ങനെ വാക്കുകൊണ്ട് ബന്ധിക്കപ്പെട്ടപ്പോൾ കാമഹതന്മാരായി. ഈ ലോകം മുഴുവൻ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഞാനും അക്കൂട്ടത്തിലാണ്. ഞാൻ ലോകത്തെ അനുസരിച്ച് പോവുകയാണ്. അതുകൊണ്ട് ലോകസ്വരൂപനായ ദേവസ്വരൂപനായ അങ്ങ് ഞങ്ങൾ ബലി നൽകുന്നു, പൂജ നൽകുന്നു. കാരണം സ്ത്രീലാഭത്തെ ഉദ്ദേശിച്ചിട്ടാണ്
ഇപ്പോൾ ഈ തപസ്സിന്റെ ലക്ഷ്യം അങ്ങയെ സാക്ഷാത്കരിച്ചതിന് വേണ്ടി മാത്രമാണ്. ലോകരക്ഷിതാവായ അങ്ങയുടെ വാക്കാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും. അതിനപ്പുറത്ത് ആർക്കും കയറി പോകാൻ പറ്റില്ല. ലോകധർമ്മത്തെ ഞാനും അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ആജ്ഞയെ പരിപാലിക്കുന്നതിനായി അങ്ങയുടെ പൂജയെ നിർവഹിക്കുന്നുണ്ട് ഞാനും. ഭഗവാൻ ലോകത്തെ സംരക്ഷിക്കുന്നതിന് 2 മാർഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് ഉള്ള നീതി നിയമങ്ങൾ വേദവാക്യങ്ങൾ തന്നെയാണ്. അത് ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായതാണ് വേദവാക്യങ്ങൾ. അത് ജ്ഞാനികൾക്ക് വേദവാക്യങ്ങൾ. ഇനി സാധാരണക്കാർക്ക് വേണ്ടി ഒരു കർമ്മകാണ്ഡത്തെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അത്രത്തോളം സംസ്കാരം സിദ്ധിക്കാത്ത കാമബന്ധിതരായ സാധാരണക്കാർക്ക് കർമ്മകാണ്ഡവും അങ്ങ് വേദം ഉപദേശിക്കുന്നു. അങ്ങയുടെ വാക്കാണല്ലോ വേദം. വേദം ജ്ഞാനകാണ്ഡം ഉപദേശിക്കുന്നത്, കർമ്മകാണ്ഡം ഉപദേശിക്കുന്നുണ്ട്. വേദത്തിന്റെ ഈ 2 ഭാഗങ്ങളും കാളകളുടെ മൂക്ക് തുളച്ച് കോർത്തു പിടിക്കുന്നത് പോലെ അങ്ങയുടെ വാക്കുകൊണ്ട് 2ഉം ബന്ധിതരാണ് ഞങ്ങൾ. കാമഹതന്മാരായിട്ട് ഓരോരോ കാമപൂർത്തീകരണത്തിന് വേണ്ടി എത്രയോ കാമങ്ങൾ, ആഗ്രഹങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. അതേപോലെ അങ്ങയുടെ ജ്ഞാനസ്വരൂപമായ വേദത്തിന്റെ തത്വാർത്ഥത്തെ, ആത്മജ്ഞാനത്തെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് 2ഉം ഞങ്ങളെ ബന്ധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഭൗതിക ലോക ജീവിതത്തിന് ആവശ്യമായ ധർമ്മപത്നിയെ ലഭിക്കാൻ അങ്ങയുടെ കാരുണ്യം കൊണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്ത്രീകാമനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അതൊരു തെറ്റല്ല, അങ്ങയുടെ തന്നെ ഇച്ഛയാണിത്. ഈ കർമ്മകാണ്ഡവും അങ്ങയുടെ ഇച്ഛയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നതിന് യുക്തി കണ്ടെത്തിയതാണ് വേദങ്ങളിൽ തന്നെ. പ്രജാപതേസ്തേ വചഭാമധീശതന്ത്യാം ലോകക്കിലായം കാമഹതോ അനുബദ്ധാം അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാമനിമിഷായ തുഭ്യം. ഹേ അധീശ ശുക്ല, തേ പ്രജാപതേഹ വചഭ തന്ത്യാം അനുബദ്ധഃ കാമഹത കില അയം ലോകഃ അഹം ച അനിമിഷായ തുഭ്യം ബലിം വഹാമി. പ്രജാപതേസ്തേ വചഭാമധീശതന്ത്യാം ലോകക്കിലായം കാമഹതോ അനുബദ്ധാം അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാമനിമിഷായ തുഭ്യം. പ്രജാപതേസ്തേ വചഭാമധീശതന്ത്യാം ലോകക്കിലായം കാമഹതോ അനുബദ്ധാം അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം. ലോകാംശ്ച ലോകാനുഗതൻ പശൂംശ്ച ഹിത്വാശ്രിതേ ചരണാതപത്രം പരസ്പരം തദ്ഗുണവാദഭീതുപീയൂഷ നിര്യാപിതദേഹധന്യാഹം. ലോകാശ്ച ലോകങ്ങള്, ലോകാനുഗതാൻ പശുംശ്ച ലോകത്തെ അനുഗമിച്ച് കഴിയുന്ന പശുക്കളെ ഇവിടെ അജ്ഞാനികൾ എന്നാണ് വിളിക്കുക. നമ്മള് മലയാളത്തിലാണ് പശുവിന് പശു അർത്ഥം. സംസ്കൃതത്തിൽ ഗോ എന്ന് പറഞ്ഞെങ്കിലേ പശു ആവുകയുള്ളൂ. മലയാളത്തിലാണ് പശു. അതുകൊണ്ട് ഇവിടെ സംസ്കൃതത്തിൽ പശു എന്ന് പ്രയോഗിച്ചാൽ അജ്ഞാനികൾ എന്നാണ് അർത്ഥം. ലോകാശ്ച ലോകഗതാൻ പശുംശ്ച ലോകത്തെയും ലോകത്തിലുള്ള അജ്ഞന്മാരെയും ഹിത്വ ഒഴിച്ചിട്ട്, മാറ്റി നിർത്തിയിട്ട്, ശ്രിതാസ്തേ ചരണാതപത്രം അങ്ങയുടെ പാദമാകുന്ന ആതപത്രത്തെ കൂടെ സേവിക്കുന്നവരാണ്. ചരണ ആതപത്രം, ആതപത്രം കുട, ആതപാത ത്രായതേ വെയിലിൽ നിന്നും രക്ഷിക്കുന്നത് കൊണ്ട് കുടയ്ക്ക് ആതപത്രം എന്നു പേരുണ്ട്. ചരണാതപത്രം കാലാകുന്ന ആതപത്രം ശ്രുതാഹ ആശ്രയിച്ചവരാണ്. തേ ചരണാതപത്രം ശ്രുതാഹ
ലോകവും ലോകത്തിലുള്ള അജ്ഞന്മാരും ഒക്കെ അവരെ ഒഴിച്ചാൽ അങ്ങയുടെ ചരണാധപത്വത്തെ സേവിക്കുന്നവരായി പരസ്പരം ഗുണവാദ ഫീധു, അന്യോന്യം അങ്ങയുടെ ഗുണവാദങ്ങളാകുന്ന ഫീധു എന്ന് വെച്ചാൽ കൽക്കണ്ട നർത്ഥം, മധുരം നർത്ഥം, മധുരമുള്ളത് ഫീധു. അതിൻ്റെ പീയൂഷ നിർയാപിത ദേഹധർമാഹ, അതിൻ്റെ മധുരമേറിയ അമതത്താൽ ശമിപ്പിക്കപ്പെട്ട ദേഹധർമ്മത്തോട്, ദേഹധർമ്മം വിശപ്പ് ദാഹം എന്നിവയോട് കൂടിയവരായിട്ട് വസിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അജ്ഞാനികളും അവരെ മാറ്റി നിർത്തിയാൽ, ലോകത്തിലുള്ള സാധാരണക്കാരെയും അജ്ഞാനികളെയും മാറ്റി നിർത്തിയാൽ അങ്ങയുടെ ചരണാധപത്രത്തെ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം അങ്ങയുടെ ഗുണവാദങ്ങളാകുന്ന മധുരമുള്ള അമൃതിൽ മുഴുകിയിട്ട് ദേഹധർമ്മങ്ങളൊക്കെ വിസ്മരിച്ചു പോകുന്നവരാണ് അവർ. ഈ രണ്ടു കൂട്ടരെ, മൃഗപ്രായരായ മനുഷ്യരെ, അറിവില്ലാത്തവരായ ജനങ്ങളെ ആശ്രയിക്കാതെ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന് 3 സന്താപങ്ങളെ തീർത്ത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ പാദമാകുന്ന കുടയുടെ നിഴലിനെ എല്ലായ്പ്പോഴും ആശ്രയിച്ചു കഴിയുന്ന അങ്ങയുടെ ഭക്തവാത്സല്യാദികളായ ഗുണഗണങ്ങളെ അന്യോന്യം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന അവർ മധുരമേറിയ അങ്ങയുടെ ആ പീയൂഷം ആസ്വദിച്ച് വിശപ്പും ദാഹവും ഒക്കെ ഇല്ലാതാക്കും. അതറിയത്തേയില്ല. പക്ഷേ അങ്ങയുടെ കാലസ്വരൂപമായ ആ കാലചക്രമാകട്ടെ ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ നതേ, 2 ശ്ലോകം ഒന്നിച്ചു വേണം നമുക്ക് അന്വയിച്ചർത്ഥം. ഇതിന്റെ ബാക്കിയത് നതേ അജരാക്ഷഭൂമില ആയുരേഷാം ത്രയോദശാരം 360 പർവാം ഷണ്ണിമ്യനന്തച്ഛതി യത്ര നാഭി കരാളഫ്രോതോ ജഗദാച്ഛിദ്യധാവത്. അങ്ങനെ കഴിയുന്നവരായ ആൾക്കാരെ ഇന്നത്തെ അജരാക്ഷഭൂമിരായുരേഷാം, അജരം വെച്ചാൽ ജരബാധിക്കാത്ത, നശിക്കാത്ത, ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ച് അജിര അക്ഷഭൂമി, ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മമാകുന്ന ആധാരത്തെ ആശ്രയിച്ച് അജരാക്ഷഭൂമി ആയുഹു യേഷാം, അങ്ങനെ ഈ ബ്രഹ്മത്തെ ചുറ്റിത്തിരിയുന്നതായ അവരുടെ ആയുഫ് ത്രയോദശാരം 13 ആരങ്ങളോട് കൂടിയതും ആരക്കാലുകളോട് കൂടിയതും 360 തിരുശതം ഷഷ്ടി പർവ, 300 ഷഷ്ടി 60 തിരുശതം ഷഷ്ടി 360 പർവങ്ങളോട്, വട്ടകളോട് കൂടിയ, അതിനിടയ്ക്കിടുന്ന ആ പട്ടകളോട് കൂടിയ ഷണ്ണേമി 6 നേമികൾ, 6 ചക്രധാരകൾ, അനന്തച്ഛതി അനേക ദളങ്ങളോട് കൂടിയതും, എത്ര നാഭി 3 നാഭികളോട്, 3 അച്ചുതണ്ടുകളോട് കൂടിയതും, കരാളഫ്രോതോ ജഗദാച്ഛിദ്യധാവത് ഭയങ്കരമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലചക്രം
ജഗത് ആച്ഛിദ്യ, ജഗത്തിനെ ആകർഷിച്ചിട്ട് താവത് അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭഗവത് കഥയിൽ തൽപരായവരുടെ ആയുസ്സിനെ നക്ഷിണോതി, അതിനെ നശിപ്പിക്കില്ല. കാലചക്രം കാലസ്വരൂപനായ അങ്ങയെ ഭയപ്പെട്ടുകൊണ്ടാണ്, അങ്ങയുടെ ആജ്ഞ പരിപാലിക്കുന്നവരാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞല്ലോ. അങ്ങ് കാലസ്വരൂപനാണ് എന്നുള്ളതിന് ഒരു വ്യാഖ്യാനം കൊടുത്തതാണ് ഈ ശ്ലോകത്തിൽ. കാരണം 13 മാസങ്ങൾ, 12 മാസവും ഒരു അധിമാസവും വരുന്ന, അങ്ങനെ 13 മാസങ്ങളാകുന്ന ആരക്കാലുകള്, 360 ദിവസമാകുന്ന വട്ടകൾ, 6 ഋതുക്കളാകുന്ന ചക്രധാരകൾ, നിമിഷം, നാഴിക എന്നിങ്ങനെ എണ്ണമില്ലാത്തിടത്തോളം ദളങ്ങൾ, 3 ചാതുർമാസ്യങ്ങളാകുന്ന ദ്വാരങ്ങൾ, ഇത്രയും കാലം ലോകത്തെ ആകർഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഈ കാലചക്രം ഭക്തന്മാരല്ലാത്തവരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങയുടെ പാദപങ്കജത്തെ ആശ്രയിക്കാത്ത ഭക്തന്മാരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. ഭക്തന്മാർക്കാകട്ടെ കഥാശ്രവണത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ആയുസ് സഫലമായി കഴിയും, നഷ്ടപ്പെടില്ല. കാലബാധ കൂടാതെ അവർക്ക് ജീവിക്കാൻ കഴിയും, അവർക്ക് ഭയമില്ല. അതുകൊണ്ട് കർമ്മത്തെക്കാൾ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം ഭക്തിയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ കാലചക്രത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. ഈ കാലസ്വരൂപനാണ് അങ്ങ്. അങ്ങയുടെ ഇച്ഛയ്ക്കും ഹിതത്തിനും പാത്രീഭവിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അങ്ങയോട് ചെയ്യാനുള്ളത് ഒരു പൂജ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ഭൗതിക കാമനകളെ സാധിച്ച് ഞങ്ങളെ ആത്മീയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത അങ്ങേക്കാണ്. ഇത് അങ്ങ് ചെയ്യാൻ തയ്യാറായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങയെ ആശ്രയിച്ചാൽ മാത്രം മതി. അങ്ങയുടെ ചരണാരവിന്ദത്തെ ആശ്രയിക്കാത്തവർക്ക് ഈ സംസാര സാഗരത്തിൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ച് കാലങ്ങളോളം കഴിയാം. അല്ലാത്തവർക്ക് അങ്ങയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് കാലഗതിയുടെ സ്വഭാവം. ലോകാംശ്ച ലോകാനുഗതൻ പശുംശ്ച ഹിത്വാ ശ്രിയാസ്തേ ചരണാതപത്രം പരസ്പരം തദ്ഗുണവാഫീധു പീയൂഷനിര്യാപിതദേഹധർമാഃ നദേ അജരാക്ഷഭൂമിരായുരേഷാം ത്രയോദശാരം ശതം ഷഷ്ടിപർവാം ഷണ്ണിമ്യനന്ദച്ഛതി യത്രണാഭി കരാളസ്രോതോ ജഗദാച്ഛിദ്യഥാവത്. ലോകാനുഗതൻ പശുംശ്ച ഹിത്വാ തേ ചരണാതപത്രം യേ ശ്രുതാഃ തേ പരസ്പരം തദ്ഗുണവാദ ഫീധു പീയൂഷ നിർയാപിതദേഹധർമാഃ തേ അജരാക്ഷഭൂമി ത്രയോദശാരം ത്രിശതം ഷഷ്ടിപർവ ഷണ്ണേമി അനന്തച്ഛതി തൃണാഭി കരാളസ്രോതഃ ജഗത് ആച്ഛിദ്യ ധാവത്. യേഷാം ആയുഃ ന ക്ഷീണോതി. ലോകാംശ്ച ലോകാനുഗതൻ പശുംശ്ച ഹിത്വാ സദാസ്തേ ചരണാതപത്രം പരസ്പരം തദ്ഗുണവാദഫീധു പീയൂഷ നിർയാപിതദേഹധർമാഃ നദേ അജരാക്ഷഭൂമി ആയുരേഷാം ത്രയോദശാരം ദൃശതം ഷഷ്ടിപർവാം ഷണ്ണിമ്യനന്ദച്ഛതി യത്രണാഭികരാളസ്രോതോ ജഗദാച്ഛിദ്യധാവത്. ലോകാംശ്ച ലോകാനുഗതൻ പശുംശ്ച ഹിത്വാം ശ്രുതാസ്തേ ചരണാതപത്രം പരസ്പരം തദ്ഗുണവാദഫീധു
പീയൂഷനിര്യാപിതദേഹധർമാം നദേ അജരാക്ഷഭൂമിരായുരേഷാം ത്രയോദശാനന്തശതം ഷഷ്ടിപൂർവാം ഷണ്ണിമ്യനന്തച്ഛതി യതൃണാഭി കരാളസ്രോതോ ജഗദാച്ഛിദ്യധാവത് ഏകസ്വയം സഞ്ജഗതഃ ദ്വിതീയ ആത്മന്നധിയോഗമായയാം പ്രജഫ്യതപ്പാഭ്യ പുനർഗഫിഷ്യഫേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭീം. ഏകസ്വയം സൻ, അങ്ങ് ഏകനായിരുന്നിട്ട്, അങ്ങ് ഒറ്റയ്ക്കേ ഉള്ളൂ, ഏകനാണ് എങ്കിൽ പോലും ജഗതഃ ഫിഫൃക്ഷയ, ജഗത്തിനെ സൃഷ്ടിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് അദ്വിതീയ ആത്മന് അധിയോഗമായ, അദ്വിതീയമായ യോഗമായ കൊണ്ട്, അദ്വിതീയ ആത്മൻ അധിയോഗമായ സൃജഫി അദപ്പാഫി പുനർഗ്രഫിഷ്യഫി. സൃജഫി സൃഷ്ടിക്കുന്നു, അധഹ ഇതിനെ, പാഫി പരിപാലിക്കുന്നു, പുനർഗ്രഫിഷ്യഫി വീണ്ടും ഉപസംഹരിക്കുന്നു. യഥാ പൂർണ്ണനാഭി ഭഗവൻ ാണോ ചിലന്തി സ്വന്തം ശക്തി കൊണ്ട് വല മുഴുവനും ഉണ്ടാക്കി അതിൻ്റെ നടുക്കിരുന്ന് അവയെ സംരക്ഷിക്കുന്നത് പോലെ, അപകടമുണ്ടായാൽ നൂലിനെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിച്ച് ചിലന്തി പറന്നു പോവുകയും. ഇതുപോലെയാണ് അങ്ങ്. ചിലന്തി ഒരാളെ ഉള്ളൂ, ആ ഒറ്റ ചിലന്തിയിൽ നിന്നാണ് ഈ വലിയ വല മുഴുവൻ ഉണ്ടാക്കുന്നത്. ഏകസ്വയം സൻ, ജഗത്തിനെ സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്വിതീയമായ തൻ്റെ യോഗമായയെ ആശ്രയിച്ചിട്ട് ജഗത്തിനെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു, പൂർണ്ണനാഭിയെപ്പോലെ. ഏകസ്വയം സൻ ജഗതഃ ആത്മന്നധിയോഗമായയാം പ്രജഫ്യതപ്പാഭ്യ പുനർഗ്രഹിഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭി. ഹേ ഭഗവൻ, സ്വയം ഏകഃ സന്നെ ജഗതഃ ശുശ്രൂഷയാം അദ്വിതീയ യോഗമായ അധഃ ആത്മൻ സൃജഫി പാഫി പുനർഗ്രഫിഷ്യഫി പൂർണ്ണനാഭിഃ സ്വശക്തിഭിഃ യഥാ. ഏകസ്വയം സൻ ജഗതഃ സൃക്ഷയാം അദ്വിതീയാത്മൻ അധിയോഗമായയാം പ്രജഫ്യതപ്പാഭ്യ പുനർഗ്രഫിഷ്യഫേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭിഃ. ഏകസ്വയം സൻ ജഗതഃ സൃക്ഷയ അദ്വിതീയാത്മൻ അധിയോഗമായയാം പ്രജഫ്യതപ്പാഭ്യ പുനർഗ്രഫിഷ്യഫേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭിഃ. നൈതദ്ദദാധീശപദം തവേപ്സിതം തന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപി യർഹിമായയാം ലഭത്തുളസ്യാ തനുവാ വിലക്ഷിതാം. ഏതത് നൈതത് ബത കഷ്ടം അധീശ, എല്ലാത്തിനും ഈശ്വനായിരിക്കുന്നവനെ സർവേശ്വര, പദം തപ ഈപ്സിതം, ആഗ്രഹിക്കപ്പെടുന്ന അങ്ങയുടെ പദത്തെ, യത് മായയാ അങ്ങയുടെ മായാശക്തി കൊണ്ട് തന്നെ, നഹ ഞങ്ങൾക്ക്, തനുഷേ ഭൂതസൂക്ഷ്മം സൂക്ഷ്മഭൂതത്തെ ഉണ്ടാക്കുന്നുവോ. ഹേ സർവേശ്വര, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതായ സ്ഥാനം, പ്രജാസൃഷ്ടിക്ക് ഉപകരിക്കുന്ന ഒരു ഭാര്യയോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിച്ചതായ ഗൃഹസ്ഥാശ്രമ സ്വീകാരമെന്ന സ്ഥാനം,
അതാണ് ഞാനിപ്പം ആഗ്രഹിച്ച ഈ സ്ഥാനം. അത് പ്രജാസൃഷ്ടി ചെയ്യാൻ ഉപകരിക്കുന്ന ഭാര്യയോട് ചേർന്ന് വസിക്കണം, എങ്കിലേ അത് സാധിക്കുള്ളൂ. അത് സംസാര ദുഃഖ കാരണമായി വരാമെന്ന് ഉള്ള ചിന്ത കൊണ്ട് അങ്ങേക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം അങ്ങ് ആഗ്രഹിക്കുന്ന സംസാരത്തിൽ കിടന്ന് വെള്ളാനല്ല, അതിൽ നിന്ന് അപ്പുറത്ത് കിടക്കാനാണ്. പക്ഷേ എനിക്ക് സംസാര സുഖത്തിന് ഉപകരിക്കുന്ന രൂപരസഗന്ധസ്പർശാദികളായ ഈ വിഷയങ്ങളും അങ്ങയുടെ മായാശക്തി കൊണ്ട് അങ്ങ് തന്നെയാണല്ലോ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. പൂവുണ്ടാക്കി അതിന് മണം തന്നു, പിന്നെ മണക്കരുത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. പുരുഷന്മാരെ സൃഷ്ടിച്ചു, സ്ത്രീകളെ സൃഷ്ടിച്ചു. പരസ്പരം സംയോഗം ചെയ്ത് പ്രജകളെ വർദ്ധിപ്പിക്കണമെന്ന് അങ്ങ് തന്നെയാണ് ആവശ്യപ്പെടുക. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ട വിവാഹബന്ധം ഒരു സ്ത്രീയെ വേണമെന്ന് ആഗ്രഹിച്ചത് ഒരു അധികപ്പറ്റല്ല എന്നാണ്. കാരണം ഇത് രണ്ടും അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അനുഗ്രഹായ അസ്തു അപി എർഹി മായയ ലഫത്തുളസ്യ തനുവ വിലക്ഷിത. ഈ സൂക്ഷ്മഭൂതത്തെ ഞങ്ങൾക്കായിട്ട് അങ്ങ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. ഈ സ്ഥാനം അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതല്ല എങ്കിലും അനുഗ്രഹത്തിനായിട്ട് ഭവിക്കട്ടെ. എന്തെന്നാൽ തുളസിമാല കൊണ്ട് ശോഭിക്കുന്ന അങ്ങയുടെ ഈ ശരീരത്തെ ഒരിക്കലും വിലക്ഷണമായി കാണപ്പെടാൻ പറ്റില്ലല്ലോ. അങ്ങയുടെ തുളസിമാല ധരിച്ച ദിവ്യസ്വരൂപത്തെ ഒരിക്കൽ കാണാൻ ഇടയായാൽ ഈ വിഷയസുഖ അനുഭവത്തെ അങ്ങേക്ക് അനുഗ്രഹിച്ചു മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. 3 വിധത്തിലുള്ള കടം മനുഷ്യനുണ്ടെന്ന് അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. കൃഷി ഋണം, ദേവഋണം, പിതൃ ഋണം. ഇത് 3 വീട്ടിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ എന്നാണ്. അതിലെ പിതൃ ഋണം പൂർത്തിയാകണമെങ്കിൽ അതുപോലെ പുത്രനെ സൃഷ്ടിക്കണം. അതിന് മുഖ്യമായ ഉപായം ധർമ്മപത്നിയാണ്. അതില്ലെങ്കിൽ സൃഷ്ടി നടക്കത്തില്ല. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ അനുഷ്ഠിക്കാൻ പര്യാപ്തമായ ഒരു പത്നി സ്വീകരണം ധർമാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അതൊരു തെറ്റല്ല, അപകടമല്ല, ആപത്തല്ല. പത്നി കൂടെ ഉള്ളത് കൊണ്ട് സംസാരത്തിൽ വീണ്ടും വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ധർമ്മപത്നിയാണ്, സഹധർമ്മചാരിണിയാണ്. മോക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭർത്താവിനെ സഹായിക്കുന്നവളാണ് ഈ പത്നി. ഇങ്ങനെയൊക്കെ നോക്കിയാൽ പത്നി സ്വീകരണം അനൗചിത്യമല്ല എന്ന് എനിക്ക് തോന്നുക. അങ്ങയുടെ ആ പദത്തെ ഏതത് വ്യഥ അധീശ പദം തവ ഈപ്സിതം. അങ്ങേ ആഗ്രഹിക്കുന്നതല്ല ഈ സ്ഥാനം. വിവാഹം കഴിച്ച് സന്താനമൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതല്ല ഈ സ്ഥാനം. പക്ഷെ അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് സൂക്ഷ്മഭൂതങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഉണ്ടായതുമാണ്. അത് അങ്ങയുടെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സമസ്ത വസ്തുക്കളും പദാർത്ഥങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. അതൊഴിവാക്കാൻ മനുഷ്യന് പറ്റില്ല. പിന്നെ തുളസിമാല ശോഭിക്കുന്ന അങ്ങയുടെ ഈ ശരീരം കൊണ്ട് ഈ ശരീരം ആരെപ്പോൾ കാണുന്നുവോ അപ്പോൾ അവർക്ക് ഇതെല്ലാം മായയാണ്, നിസ്സാരമാണെന്ന് തോന്നിയിട്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ കാരണമായി തീരും. ഇതാണ് ഞാനിപ്പോൾ അങ്ങയെ കാണണം എന്നാഗ്രഹിച്ചത്. അങ്ങയെ കണ്ടിട്ട് സൃഷ്ടി നടത്തുകയാണെങ്കിൽ അവശ്യം സൃഷ്ടിപ്രക്രിയകൾ പൂർത്തീകരിച്ചാൽ എനിക്ക് അങ്ങെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ കൺമുമ്പിലുണ്ടെങ്കിൽ ലക്ഷ്യം മുമ്പിലുണ്ട്.
ആ ലക്ഷ്യമില്ലാതെയാണ് നമ്മളൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. നമ്മളെ കൺമുമ്പിലെ ലക്ഷ്യം വേറെ 100 കൂട്ടങ്ങളാണ്. തുളസിമാല ധരിച്ച ഭഗവത് സ്വരൂപമല്ല നമ്മുടെ കൺമുമ്പിൽ. അതാണെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റും, പക്ഷെ അതല്ല. അതുകൊണ്ട് ഞാൻ ഈ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുമ്പോഴും അങ്ങയിലേക്ക് തന്നെ വന്നു ചേരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എന്ന്, ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ദോഷത്തെ അല്ല സ്വീകരിക്കുന്നത്, ഗുണഭാഗത്തെ മാത്രമാണ് എന്ന് ഒന്നുകൂടി ഉദ്ബോധിപ്പിക്കലാണ്. നൈതദ്ബദാധീശപദം തവേപ്സിതം യന്മായയാനസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപിയർഹി മായയാലഭത്തുളസ്യാ തനുവാ അവിലക്ഷിത. ഹേ അധീശ, മായയാ നഹ യത് ഭൂതസൂക്ഷ്മം തനുഷേ ഏതത് പദം തവ ന ഈപ്സിതം അപി അനുഗ്രഹായ അസ്തു തർഹി ലഭത്തുളസ്യ മായയാ തനുവാ വിലക്ഷിതഃ. നൈതദ്ബദാധീശപദം തവേപ്സിതം യന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപിയർഹി മായയാ ലഭത്തുളസ്യാ തനുവാ വിലക്ഷിതം. നൈതദ്ബദാധീശപദം തവേപ്സിതം യന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപിയർഹി മായയാ ലഭത്തുളസ്യാ തനുവാ വിലക്ഷിത. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം നമാമ്യഭീക്ഷണം നമനീയപാദസരോജവൽപീയസി കാമവർഷം. തം ത്വാ, അങ്ങനെയുള്ള അങ്ങയെ, അനുഭൂത്യ, ഉപരതക്രിയാർത്ഥം, അങ്ങയെന്ന ആനന്ദ അനുഭവം കൊണ്ട്, ഉപരതക്രിയാർത്ഥം, ക്രിയ കൊണ്ട് സാധിക്കാവുന്ന കാര്യത്തിൽ ഉപരതനാണ്, വിരക്തനാണ്. കർമ്മം കൊണ്ട് സാധിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ വിരക്തനും, സ്വമായയാ വർത്തിത ലോകതന്ത്ര, അങ്ങയുടെ മായ കൊണ്ട്, ലീല കൊണ്ട്, വർത്തിത ലോകതന്ത്ര, ലോകത്തിന് ആവശ്യമായ ഉപകരണത്തോട് കൂടിയവൻ. തന്ത്രങ്ങൾ ഉപകരണങ്ങളാണ്. ലോകത്ത് ജീവിക്കാൻ ആവശ്യം വേണ്ട ഉപകരണങ്ങളോട് കൂടിയവനും. നമാമി അഭീഷ്ണം നവനീയ പാദസരോജം, നമസ്കരിക്കപ്പെടേണ്ട പാദസരോജത്തെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. അഭീഷ്ണം നമാമി, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അൽപീയസി കാമവർഷം, അത്യല്പമായ അങ്ങയുടെ ആരാധനയിൽ അമിതമായ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനാണ്. അൽപീയസി കാമവർഷം, അങ്ങയുടെ ആരാധന ചെറുതാണെങ്കിലും കാമത്തെ വർഷിച്ചു കൊടുക്കും. അല്പം, ഒരു തുളസി മാത്രമേ പാദത്തിലിട്ടുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഒരാനയെ കൊണ്ട് കൊടുത്തു, എല്ലാവരും തുല്യമാണ്. 2 പേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇത് അങ്ങയുടെ സ്വഭാവം തന്നെയാണ്. അൽപീയസി കാമവർഷ, കാമവർഷം അൽപീയഫ് ആണെങ്കിലും തുല്യമാണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് നവനീയ പാദസരോജത്തെ, നമസ്കരിക്കപ്പെടേണ്ട പാദസരോജത്തെ അഭീക്ഷണം നമാമി, വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുക തന്നെ ചെയ്യുന്നു. കാരണം ഇത് ക്രിയ കൊണ്ട് സാധിക്കാവുന്ന ഒരു ഫലത്തെയും അനുഭൂത്യ ഉപരതിക്രിയാർത്ഥം യാതൊരു ഫലത്തെയും ആഗ്രഹിക്കുന്നില്ലയോ. ലോകസൃഷ്ടിക്ക് ആവശ്യമായ ലീല കൊണ്ട് സങ്കല്പത്താൽ തന്നെ സാധിക്കാൻ പറ്റുന്ന ഈ വക പ്രവൃത്തികൾ അല്പമായ ആരാധന ചെയ്യുന്നവർക്ക് അഭീഷ്ടം സാധിച്ചു കൊടുക്കുന്ന അങ്ങേക്ക് വളരെ എളുപ്പമല്ലേ. അങ്ങനെയുള്ള അങ്ങയുടെ പാതാരവിന്ദത്തെ ഇതാ
ആനന്ദം അനുഭവിക്കുന്ന ഞാൻ എപ്പോഴും നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാവർത്തിതലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദ പരോജമർത്തീഫികാമവർഷം. അനുഭൂത്യാം ഉപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം അൽപീയഫി കാമവർഷം നമനീയപാദഫരോജം തം ത്വാ അഭീഷ്ണം നമാമി. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദ പരോജമൽപീയഫികാമവർഷം. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദ ഫരോജം അൽപീയഫികാമവർഷം. ഇത്രയും സ്തുതിച്ചു കഴിഞ്ഞ് അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്തുതി ഉപസംഹരിച്ചത്. ചെറിയ നമസ്കാരം ചെയ്താലും വലിയ ഫലം കൊടുക്കുന്നവനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഉത്കൃഷ്ടയായ ഒരു പത്നിയെ വേണം. അത്ര മാത്രമേ ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം ഉള്ളൂ. നീ മൈത്രേയൻ വിതുരരോട് കഥ പറയാണ്. മൈത്രേയ ഉവാച ഇത്യവ്യലീകം പ്രണതോബ്ജനാഭസ്തമാവഭാഷേ വചസാമൃതേന സുവർണപക്ഷോപരി രോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്രൂഹു. ഇങ്ങനെ അവ്യലീകം, കാപട്യമില്ലാതെ, കള്ളത്തരമില്ലാതെ, പ്രണുത നമസ്കരിച്ച അബ്ജനാഭ തം ആബഭാഷേ. അബ്ജനാഭൻ, നാഭിയിൽ താമരയുള്ളവനായ സാക്ഷാൽ ഭഗവാൻ, തം ആബഭാഷേ അവനോട് പറഞ്ഞു, വചസാമൃതേന അമൃതതുല്യമായ വാക്കുകൊണ്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു. സുവർണപക്ഷോപരി രോചമാന, സ്വർണ്ണ നിറത്തിലുള്ള ഗരുഡന്റെ ചിറകിന്റെ മുകളിൽ ശോഭിക്കുന്നവനായ അങ്ങ് പ്രേമസ്മിത ഉദ്വീക്ഷണ വിഭ്രമദ്രൂഹു. പ്രേമം കൊണ്ട് പുഞ്ചിരിച്ചപ്പോൾ ആ പുഞ്ചിരിയോടുകൂടി എന്നെ നോക്കിയപ്പോൾ പൊയ്കക്കുടികൾ അല്പം വളഞ്ഞിരിക്കുന്നതിന് കണ്ടു. അങ്ങനെയാണ് നമ്മൾ കണ്ണു തുറന്ന് ഒരാളെ നോക്കുമ്പോൾ അറിയാതെ പൊയ്കങ്ങൾ മുകളിലേക്ക് വളയും. അങ്ങനെ പ്രേമസൂചകമായ മന്ദഹാസം കൊണ്ട് അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കുമ്പോൾ അങ്ങയുടെ കടാക്ഷം കൊണ്ട് വിടർന്ന പുരികത്തോടു കൂടിയ അങ്ങയുടെ അമൃതസദൃശമായ വാക്കുകൾ കൊണ്ട് ഭഗവാൻ ആ ഭക്തനോട് ഇങ്ങനെ പറഞ്ഞുവെന്ന് മൈത്രേയൻ വിതുരരോട് പറഞ്ഞാണ്. അടുത്ത ശ്ലോകം മുതൽ ഭഗവാന്റെ മറുപടിയാണ്. ഇടയ്ക്ക് മൈത്രേയൻ കയറി വിതുരരോട് ഇടയ്ക്ക് കഥ പറഞ്ഞതാണ്. ഇത്യവ്യലീകം പ്രണതോബ്ജനാഭസ്തമാബഭാഷേ വചസാമൃതേന സുവർണപക്ഷോപരിരോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്രൂഹു. ഇതി അവ്യലീകം പ്രണുതഃ അബ്ജനാഭഃ സുവർണപക്ഷോപരിരോചമാനഃ പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്രൂഹു തം ആബഭാഷേ. ഇത്യവ്യലീകം പ്രണതോബ്ജനാഭഃ തമാബഭാഷേ വചസാമൃതേന സുവർണപക്ഷോപരിരോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്രൂഹു. ഇത്യവ്യലീകം പ്രണതോബ്ജനാഭസ്തമാബഭാഷേ വചസാമൃതേന സുവർണപക്ഷോപരിരോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്രൂഹു. ശ്രീ ഭഗവാൻ ഉവാച. അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാന്റെ മറുപടി. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യദർത്ഥം ആത്മനിയമൈഃ ത്വയൈവാഹം സമർച്ചിതഃ. വിദിത്വ അറിഞ്ഞിട്ട്, തവ ചൈത്യം അങ്ങയുടെ ആഗ്രഹം,
മേ എന്നാൽ പുരൈവ നേരത്തെ തന്നെ, സമയോചിതത് ഹേ കർദമ, നിന്റെ ആഗ്രഹം നീ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി. അത് സാധിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സംയോജിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇംഗിതം. ആർക്കറിയാം? ഈശ്വരനറിയാം. അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മളൊന്ന് പറയുന്നു എന്ന് മാത്രം. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്നത് ഭഗവാനാണ്, നമ്മളല്ല. നമ്മൾക്ക് മുമ്പിൽ കാണുന്ന ഇട്ടാവട്ടത്തിലുള്ള വെളിച്ചം മാത്രമേ നമുക്കറിയത്തുള്ളൂ. നാളെ, അടുത്ത നിമിഷം, നാളെ, പിന്നീട് ഭാവിയിൽ എന്താ വേണ്ടതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഒന്നും ചോദിക്കാതിരുന്നാൽ വേണ്ടത് തന്നുകൊള്ളും. അതാണ്. അതുകൊണ്ട് ഹേ കർദമ, നീ വിചാരിച്ച കാര്യം ഞാൻ സാധിപ്പിച്ചിട്ടുണ്ട്. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യഥാർത്ഥം ആത്മനിയമൈഹി. യാതൊന്നിനു വേണ്ടിയാണോ ആത്മനിയമങ്ങളെ കൊണ്ട്, നിന്റെ സ്വകീയമായ ആരാധന മാർഗങ്ങൾ കൊണ്ട്, ത്വയാ ഏവ അഹം സമർച്ചിത, നിന്നാൽ ഞാൻ അർച്ചിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കറിയാവുന്ന പൂജാവിധാനങ്ങളിലൂടെ, സ്തോത്രങ്ങളിലൂടെ നീ എന്നെ പൂജിച്ച് അർച്ചിച്ച് സ്തുതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ നേരത്തെ തന്നെ സാധിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിത യദർത്ഥം ആത്മനിയമൈ ത്വയൈവ അഹം സമർച്ചിതം. യദർത്ഥം ആത്മനിയമൈ ത്വയാ അഹം സമർച്ചിതഃ തച്ചൈത്യം വിദിത്വാ പുരാ ഏവ മേ സമയോജി. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യദർത്ഥം ആത്മനിയമൈ ത്വയൈവ അഹം സമർച്ചിതം. വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യദർത്ഥം ആത്മനിയമൈ ത്വയൈവ അഹം സമർച്ചിതഃ. ന വൈ ജാതുമൃഷൈവ സ്യാത് പ്രജാധ്യക്ഷമദർഹണം ഭവദ്വിധേഷു അതിതരാം മയി സംഗൃഭിതാത്മനം. ന വൈ ഉണ്ടാവില്ല, ജാതു ഒരിക്കലും, മൃഷ ഏവ വെറുതെ ആവില്ല, സ്യാത് ഹേ പ്രജാധ്യക്ഷ പ്രജാപതിയായിരിക്കുന്ന കർദമ, മദർഹണം എനിക്ക് ചെയ്യുന്ന പൂജ, ജാതു മൃഷൈവ നൈവ സ്യാത് ഒരിക്കലും അത് വെറുതെ ആവില്ല. എനിക്ക് ചെയ്യുന്ന പൂജയുടെ ഫലം എന്നെങ്കിലും ഒരിക്കൽ ലഭിക്കുക തന്നെ ചെയ്യും. കർദമ, ആരൊക്കെ എന്നെ പൂജിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടതൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ വാരിക്കോരി കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഭവദ്വിധേഷു അങ്ങേപ്പോലെ ഉള്ളവരിൽ അതിതരാമായി സംഗൃഭീതാത്മന, അങ്ങേപ്പോലെ ഉള്ളവരില് എനിക്ക് ഏറ്റവും അധികം, വിശേഷിച്ചും അങ്ങേപ്പോലെയുള്ളവരിൽ എനിക്ക് ഏറ്റവും അധികം ഉറപ്പുള്ളവരാണ്. സം ഗൃഭിതാത്മന ഉറയ്ക്കപ്പെട്ട മനസ്സോടു കൂടിയവർ എൻ്റെ പൂജ ചെയ്താൽ അതൊരിക്കലും വെറുതെ ആവില്ല. അങ്ങേപ്പോലെ ഉള്ളവരിൽ അത് കൂടുതൽ ശോഭിക്കുകയും ചെയ്യും. സാധാരണക്കാർ പോലും എന്നെ പൂജിച്ചാൽ അവരാഗ്രഹിക്കുന്നതിൻ്റെ അധികം ഫലം ഞാൻ കൊടുക്കും. പക്ഷെ അങ്ങേപ്പോലെ യമനിയമങ്ങൾ അനുഷ്ഠിച്ച് യോഗാരാധനയിലൂടെ കഴിയുന്ന ഒരു പ്രജാപതി ഇപ്പോൾ എന്നെ സ്തുതിച്ചാൽ അവരെ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അവരുടെ കാര്യങ്ങൾ ഞാൻ സാധിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. നവൈ ജാതുമഷൈവ സ്യാത് പ്രജാധ്യക്ഷമദർഹണം ഭവദ്വിധേഷ്വതിതരാം മൈ സംഗൃഭിതാത്മനാം. ഹേ പ്രജാധ്യക്ഷ, മൈ സംഗൃഭിതാത്മനാം മദർഹണം
ജാതുമൃഷ നഫ്യാത് വൈ ഭവദ്വിധേഷു അതിതരാം ന വൈ ജാതുമൃഷൈവ ഫ്യത് പദാർത്ഥക്ഷമദർഹണം ഭവദ്വിധേഷു അതിതരാം മയി സംഗൃഭിതാത്മനാം ന വൈ ജാതുമൃഷൈവ ഫ്യത് പദാർത്ഥക്ഷമദർഹണം ഭവദ്വിധേഷു അതിതരാം മയി സംഗൃഭിതാത്മനാം പ്രജാപതിഫുതസമ്രാൻ മനുർവിഖ്യാതമംഗളാം ബ്രഹ്മാവർത്തം യോധിവസൻസാസ്തിഫത്തർണവം മഹീം ഫജേഹ വിപ്രരാജർഷിർ മഹിഷ്യാശതരൂപയാം ആയാഫ്യതി ദിദുർക്ഷുസ്ത്വാം പരശ്വോ ധർമ്മകോവിദം ആത്മജാമഫിതാപാംഗിം വയശീലഗുണാന്വിതാം മൃഗയന്തിം പതിന്ദാഫ്യതി അനുരൂപായതേ പ്രഭോ. എന്താണ് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചത്? പ്രജാപതിഫുത സമ്രാട്ട് മനുഹു വിഖ്യാതമംഗള. പ്രജാപതിയായ ബ്രഹ്മാവിൻ്റെ പുത്രനും സമ്രാട്ട് ചക്രവർത്തിയും വിഖ്യാതമംഗള ഏറ്റവും പ്രസിദ്ധമായ മംഗളകർമ്മത്തോടും കൂടിയവനായ മനു. ബ്രഹ്മാവർത്തം യോ അധിവസൻ, ബ്രഹ്മാവർത്തത്തിൽ വസിച്ചുകൊണ്ട് സപ്താർണവാം മഹീം ശാസ്തി, 7 കടലോടുകൂടിയ ഭൂമിയെ ശാസ്തി രക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ഫചേഹ വിപ്ര, ഹേ വിപ്ര, ഫച ഇഹ അവൻ ഇവിടെ, രാജർഷി ആ രാജർഷി ഇവിടെ, മഹിഷ്യാ ശതരൂപയ ആയാഫ്യതി അവൻ്റെ പത്നിയായ ശതരൂപയോടൊപ്പം ഇവിടേക്ക് വരും. എന്തിനാ വരുന്നത്? ദിദൃക്ഷുസ്ത്വാം, അങ്ങയെ കാണാനാണ്. ദിദൃക്ഷു ദ്രഷ്ടുമിച്ചു, കാണാനുള്ള ആഗ്രഹം. ത്വാം പരശ്വോ, മറ്റന്നാൾ വരും. പരശ്വഹ എന്ന് വെച്ചാൽ മറ്റന്നാള്. ധർമ്മകോവിദ, ധർമ്മകോവിദനായ ആ രാജർഷി തൻ്റെ പത്നിയായ ശതരൂപയോടൊപ്പം അങ്ങയെ കാണാൻ അങ്ങയുടെ ആശ്രമത്തിലേക്ക് നാളെയല്ല മറ്റന്നാളെത്തും. ഫജേഹ വിപ്രരാജർഷിർ മഹിഷ്യാശതരൂപയാം ആയാഫ്യതി ദിദുർക്ഷുസ്ത്വാം പരശ്വോ ധർമ്മകോവിദാം ആത്മജാമഫിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തിം പതിം ദാഫ്യതി അനുരൂപായതേ പ്രഭോ. ആത്മജാം മകളെ, മനുവിൻ്റെ ശതരൂപയുടെയും മകളായ അഫിതാപാംഗിയും, കറുത്ത കടക്കണ്ണുള്ളവൾ, സുന്ദരി എന്നർത്ഥം. അഫിതാപാംഗിയും, അഫിതം കറുത്തത്, അപാംഗം കടക്കണ്ണ്, കറുത്ത കടക്കണ്ണോട് കൂടിയവൾ. കടക്കണ്ണ് കറുത്തിരിക്കണം. കടക്കണ്ണ് വെച്ചാൽ കണ്ണിൻ്റെ അറ്റം, അഗ്രന്ന്. അത് കറുത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഷിയിട്ട് വാലെഴുതി അവളെ കറുപ്പിച്ചു വെക്കുന്നത്. കാരണം അവളും കറുത്തിരിക്കണം എന്നാണ്. അത് സൗന്ദര്യത്തിനൊരു അടയാളമാണ്. അഫിതാപാംഗിയും വയശീലഗുണാന്വിതാം, പ്രായവും ശീലവും ഗുണവും ഉള്ളവളാണ്. അങ്ങയ്ക്ക് അനുരൂപമായ പ്രായമാണ്, അങ്ങയുടെ സമാനമായ ശീലവും ഗുണവും ഉള്ളവളാണ് അവൾ. മൃഗയന്തിം പതിം, ഒരു ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. ദാഫ്യതി അനുരൂപായതേ പ്രഭോ, അനുരൂപനായ അങ്ങയ്ക്ക് തരാൻ വേണ്ടി വരികയാണ്. നോക്കൂ, എങ്ങും അന്വേഷിച്ചു പോകണ്ട. മനു ശതരൂപ എന്ന പത്നിയുമായി മകളെയും കൊണ്ട് അങ്ങയുടെ ആശ്രമത്തിലോട്ട് വരികയാണ്. അങ്ങയ്ക്ക് മകളെ തരാൻ സ്വീകരിച്ചോളൂ, ഒരപകടവും ഇല്ല. നല്ല സ്വഭാവ ഗുണമുള്ളവളാണ്, എല്ലാം കൊണ്ടും അങ്ങയ്ക്ക് യോജിച്ചവളാണ്. ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നാളെയല്ല മറ്റന്നാൾ ഇവർ അങ്ങയുടെ ആശ്രമത്തിൽ വരും. സന്തോഷത്തോടെ അവളെ പത്നിയായിട്ട് സ്വീകരിച്ചോളൂ. പ്രജാപതി സമ്രാട് മനുർവിഖ്യാതമംഗളാം ബ്രഹ്മാവർത്തം യോധിവസൻ ശാസ്തി സത്താർണവാം മഹീം ഫജേഹ വിപ്രരാജർഷിർ മഹിഷ്യാശതരൂപയാം ആയാഫ്യതി ദിദുർക്ഷുസ്ത്വാം പരശ്വോ ധർമ്മകോവിദാം
ആത്മജാമഫിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പതിം ദാസ്യതി അനുരൂപായതേ പ്രഭോ. പ്രജാപതിസ്വതഃ സമ്രാട് വിഖ്യാതമംഗളഃ മനുഃ യോ മനുഃ ബ്രഹ്മാവർത്തം അധിവസൻ സപ്താർണവാം മഹീം ശാസ്തി. ധർമ്മകോവിദഃ രാജർഷിഃ സഹ ശതരൂപയാ മഹിഷ്യാ പരശ്വഃ. ഹേ പ്രഭോ ത്വാം ദിദിർക്ഷുഃ ആയാസ്യതി പയശീലഗുണാന്വിതാം അഫിതാപാംഗീം പതിം മൃഗയന്തീം ആത്മജാം അനുരൂപായത്തെ ദാസ്യതി. പ്രജാപതിസുതഃ സമ്രാട് മനുർവിഖ്യാതമംഗളാം ബ്രഹ്മാവർത്തം യോ അധിവസൻ ശാസ്തി സപ്തർണവാം മഹീം സചേഹ വിപ്രരാജർഷിർ മഹിഷ്യാ ശതരൂപയാം ആയാസ്യതി ദിർക്ഷുസ്ത്വാം പരശോ ധർമ്മകോവിദാം. ആത്മജാമഫിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പതിം ദാസ്യതി അനുരൂപായതേ പ്രഭോ. പ്രജാപതിസുതഃ സമ്രാട് മനുർവിഖ്യാതമംഗളാം ബ്രഹ്മാവർത്തം യോ അധിവസൻ ശാസ്തി സപ്താർണവാം മഹീം സചേഹ വിപ്രരാജർഷിർ മഹിഷ്യാ ശതരൂപയാം ആയാസ്യതി ദിദൃക്ഷുസ്ത്വാം പരശോ ധർമ്മകോവിദാം. ആത്മജാമഫിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പതിം ദാസ്യതി നിരൂപായതേ പ്രഭോ. അത് എന്താണ് ആഗ്രഹിച്ചത് എന്ന് ഭഗവാൻ സ്പഷ്ടാക്കി. ഇനി അങ്ങ് ഇത് സ്വീകരിക്കാൻ തയ്യാറായി അവളിൽ പുത്രന്മാരെ സൃഷ്ടിച്ച് ഈ ഗാർഹസ്ഥ്യത്തെ പൂർണ്ണമാക്കണം എന്ന് അടുത്ത ശ്ലോകത്തിൽ കൂടി ഉപദേശിക്കാണ്. എന്തായാലും നമുക്ക് ഇന്നുകൊണ്ട് തീരില്ല, ഇന്നിവിടെ പ്രസംഹരിക്കാം. അടുത്ത 28ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസം നമുക്ക് എടുക്കാം. ഇപ്പം മംഗളം ചൊല്ലി പൂർണ്ണമാക്കിയതിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.